ഹായ് ഫ്രണ്ട്സ്, മലയാളം മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂവി റിവ്യൂ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പാലും പഴവും എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓക്കെ, നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പാലും പഴവും നമ്മുടെ വി കെ പ്രകാശൻ സംവിധാനം ചെയ്ത് മീര ജാസ്മിൻ, അശ്വിൻ ജോസ് എന്നിവർക്ക് പ്രധാനം നടത്തിയ ഒരു റൊമാൻസ് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പാലും പഴവും എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ പ്ലോട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്, ഈ സിനിമ തുടങ്ങുന്നതിന് ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ്. അവിടുത്തെ ഒരു പെൺകുട്ടിയായിരിക്കും സുമതി എന്ന് പറയുന്നത്. സുമതി എന്ന് പറയുന്നത് നമ്മുടെ മീര ജാസ്മിൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറുടെ പേരാണ് സുമതി എന്ന് പറയുന്നത്. ഓക്കെ, കുടുംബത്തിന് വേണ്ടി തൻ്റെ സ്വപ്നങ്ങളും ജോലിയും മോഹങ്ങളും എല്ലാം മാറ്റിവെക്കേണ്ടി വന്നൊരു പെൺകുട്ടി പിന്നെ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. താൻ മൂലം മറ്റാരൊക്കെയോ ബുദ്ധിമുട്ടിലാകുന്നതറിഞ്ഞ് തൻ്റെ നിലപാടുകൾ മാറ്റാൻ തയ്യാറാകുന്നതുമൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഫേസ്ബുക്കിൻ്റെ പുഷ്പകാലത്തും ഇൻസ്റ്റാഗ്രാം മഴങ്ങുവാഴുന്നതിന് മുമ്പുള്ള കാലത്തുമാണ് സിനിമ കഥ നടക്കുന്നത്. ഇത്രയും ഭാഗമാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നത്. ഈ സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് നമ്മളെ ശ്രദ്ധ പിടിച്ചു വരുന്ന ക്യാരക്ടറായിട്ടുള്ളത്. ഒന്ന് സുമതിയുടെയും ഒന്ന് സുനിലും. സുനിൽ എന്ന് പറയുന്നത് നമ്മുടെ അശ്വിൻ ജോസാണ് സുനിലായിട്ട് വേഷം ഇട്ടിരിക്കുന്നത്. നമ്മുടെ മീര ജാസ്മിനും നമ്മുടെ അശ്വിൻ ജോസിനെ കൂടാതെ നമ്മുടെ മണിയമ്പിള്ള രാജു, ശാന്തി കൃഷ്ണ തുടങ്ങിയവരും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒന്ന് പരിശോധിച്ച് നോക്കാൻ നല്ല ഗംഭീര ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെയായിരുന്നു. ചെറിയ ചെറിയ രീതിയിലുള്ള കോമഡികളും പ്രണയരംഗങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് കടന്നു പോകുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ കഥ വേറൊരു ഗതിയിലേക്ക് മാറുകയും ചെറിയ ലാഗടിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ. പിന്നെ ചെറിയ രീതിയിലുള്ള ലാഗടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവസാനത്തെ 20 മിനിറ്റിലാണ് കുഴച്ച് പരുവപ്പെടുത്തി രുചിയോടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത്. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു അവസാനത്തിലേക്കാണ് സിനിമ എത്തുന്നതെങ്കിലും അവിടെ രചയിതാവും സംവിധായകരും ഒരു ട്വിസ്റ്റ് എടുത്തു വെച്ചാണ് പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഈ സിനിമയിൽ ചെറിയ ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അത് ഗംഭീര ക്ലൈമാക്സ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് അത് പറയാതെ വയ്യ, ഗംഭീര ക്ലൈമാക്സ് തന്നെയായിരുന്നു. ഈ സിനിമയുടെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയുടെ അവസാന 20 മിനിറ്റാണ് പ്രേക്ഷകരെ പിടിച്ചിരുന്നത്. എന്തെങ്കിലും ഒരു വക നമുക്ക് കിട്ടുന്നത് തന്നെ. ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറോളം ദൈർഘ്യമുള്ളൊരു സിനിമ കൂടിയാണ് പാലും പഴവും എന്ന് പറയുന്ന സിനിമ. എന്തായാലും കുടുംബത്തോടു കൂടി ഒരു ഫാമിലിയോട് പോയി ഒരു വൺ ടൈം വാച്ചിങ് മൂവിയാണ് പാലും പഴവും എന്ന് പറയുന്ന സിനിമ. എല്ലാ പ്രേക്ഷകരും ഈ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരിന് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് 3-ൽ 5 ആണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് അത്രയും അത്രയും അതായത് ചെറിയ ചെറിയ ലാഗുകളെ ഒന്ന് ഒഴിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമ അത്രയും വലിച്ചു നീട്ടണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം അത്രയും ഒരു ഒറ്റ സിനിമ, അതായത് അതായത് 2 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇത് വലിച്ചു നീട്ടി ഒരു 2 മണിക്കൂറും അധികം ഈ സിനിമ ഒരു 12-13 മിനിറ്റ് കാണും. ഈ സിനിമ അധികം സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. അത്രയും ലാഗടിപ്പിക്കാതെ കുറച്ചൊരു ചെറിയ രീതിയിൽ മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ സിനിമ കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എത്താൻ ശ്രമിക്കുക. ഓക്കെ, പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മീര ജാസ്മിൻ്റെ അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. അതായത് സുമതി എന്ന ക്യാരക്ടർ അടിപൊളി ക്യാരക്ടർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അശ്വിൻ ജോസിൻ്റെ സുനിൽ എന്ന ക്യാരക്ടറും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശാന്തി കൃഷ്ണ, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു എന്നിവരുടെ ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. അവരെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചു. അവർക്ക് കിട്ടിയ വേഷങ്ങൾ അവർ അടിപൊളിയായിട്ട് നന്നാക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സിനിമ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി എത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്ര എളുപ്പത്തിൻ്റെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കാതിരിക്കുക. പിന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. പിന്നെ ദ ഹണ്ട് എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അതായത് ഫൂട്ടേജ് എന്ന സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്, മഞ്ജു വാര്യരുടെ. ആ സിനിമയുടെ റിവ്യൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും. കൂടാതെ ഇന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് മാസം 29 OTT റിലീസ് സിനിമകളും, അതായത് പിന്നെ ഓഗസ്റ്റ് മാസം 30 ഇന്ന് രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെയും കംപ്ലീറ്റ് ലിസ്റ്റായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള OTT അപ്ഡേറ്റ്സും റിവ്യൂസും കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കൻ ചോദിച്ച് തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും.
ബൈ.